ഒന്നാമത്തെ കാര്യം ശ്രീ ഷാഫി ചാലിയം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നേതാവ് 3 പതിറ്റാണ്ട് കാലമായി ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ ഇഴപിരിവുകളെക്കുറിച്ച് ധാരണയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു വെറുപ്പ് വിളിച്ച് പറയുന്നു എന്നല്ലല്ലോ നാം കാണുന്നത്. അദ്ദേഹം വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അത്തരം ആളുകളെ ഓഡിറ്റ് ചെയ്യുക, നിങ്ങൾ പറഞ്ഞതിലെ വസ്തുതകൾ ഇതാണ്, വസ്തുതാവിരുദ്ധ ഇതാണ്, അത്തരം തിരുത്തുകൾ സാധ്യമല്ല. അപ്പോൾ വെള്ളാപ്പള്ളി താങ്കൾക്കെന്ത് പറ്റി എന്ന വേദന പങ്കുവയ്ക്കലല്ല ഈ ചർച്ചയുടെ ലക്ഷ്യം. മറിച്ച് വെള്ളാപ്പള്ളിയെ തിരുത്തേണ്ടവർ, വെള്ളാപ്പള്ളിയെ തുറന്നു കാട്ടേണ്ടവർ, അത് ഞാൻ സംസാരിക്കുന്നത് സർക്കാരിനെക്കുറിച്ചും CPIM-നെക്കുറിച്ചും PB അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുമാണ്. വെള്ളാപ്പള്ളിയോട് സംസാരിക്കുക എന്നത് ഈ ചർച്ചയുടെ ഉദ്ദേശമല്ല. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രതിനിധികളും ഈ ചർച്ചയുടെ അനിവാര്യ ഘടകമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, CPM-മായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. അതിൽ ശരിയാണ് താങ്കൾ പറഞ്ഞ പോലെ AK സെൻ്റർ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ CPIM-ന് വേണ്ടി സംസാരിക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്ന CPM മെമ്പർ കൂടിയാണത്. CPM-ന് വേണ്ടി സംസാരിക്കുന്ന ആളായി റെജി ലൂക്കോസിനെ ഞാൻ വാല്യൂ ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചോദിക്കാനും പറയാനുള്ളത് CPM-നോടാണ് ഈ ചർച്ചയിലെന്നാണ് എനിക്ക് ആകെ പറയാനുള്ള ഒന്ന്. അതായത് നമ്മുടെ ഒരു രാഷ്ട്രീയ പൊതു സാമൂഹിക പ്രതലത്തിൽ പുതിയ ജനറേഷന്, ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ ഉണ്ട്, അവർക്ക് വല്ലാതെ ചരിത്രമില്ല. ഇപ്പം ഈ എമ്പുരാൻ സിനിമ ഇറങ്ങി വിവാദം ഉണ്ടായതുകൊണ്ടാണ് ഗുജറാത്ത് കലാപം അവർ പോയി സെർച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം പുതിയ ജനറേഷൻ വളരെ താല്പര്യത്തോടു കൂടിയത് കണ്ടത്. അതേമാതിരി ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്ക് ആണ് വെള്ളാപ്പള്ളി എല്ലായിടത്തും പറയുന്നത്. ഞങ്ങൾ അവഗണിച്ചു, ഞങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു, മുസ്ലിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകുന്നു, മുസ്ലിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം, പക്ഷേ ഇവിടെ കൊണ്ടുപോയി എന്ന് വരച്ച് കാണിക്കണ്ടേ? എന്തിനാണ് ഈ സർക്കാരിൻ്റെ ഒരു മുതൽ സ്വീകരിക്കാൻ പാടില്ല? അത് ഹറാമാണ് മുസ്ലിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ കണക്ക് ചെയ്യാൻ പറയണത്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ SNDP-യും NSS-ഉം അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ സഭകളൊക്കെ നടത്തുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അതിൽ മിക്ക സ്ഥാപനങ്ങളും ഗവൺമെൻറ് ദാനമായോ ലീസായോ കൊടുത്ത ഭൂമിയിലാണ്. എന്നാൽ മുസ്ലിങ്ങൾ ഒരിക്കലും സർക്കാരിൽ നിന്ന് ദാനമായോ ലീസായോ കിട്ടിയ ഒരു ഭൂമിയും മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്താനില്ല. അത് ഞാൻ പറയാൻ കാരണം, മുസ്ലിങ്ങൾ സർക്കാരിൻ്റെ ഭൂമിയൊക്കെ കയ്യേറിയ മനുഷ്യന്മാരിൽ മുസ്ലിങ്ങൾക്ക് വിടാം, മുസ്ലിങ്ങളിൽ വൃത്തികെട്ടവന്മാരില്ലേ. പക്ഷേ ഒരു മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഗവൺമെൻറ് ദാനം തന്നോ ഭൂമിയിലോ ലീസ് തന്നോടത്തോ ഇല്ല എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട്. മാത്രമല്ല, നമ്മുടെ നാടിൽ അത് പറയാൻ എന്നെ അനുവദിച്ചേ പറ്റൂ. നമ്മളൊരു പുതിയ തലമുറയ്ക്ക്, നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ശക്തമായ മെസ്സേജാണ്. ചേക്കുട്ടി സാറും അതേപോലെ തന്നെ റിജിയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അതേമാതിരി ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കൊക്കെ പരസ്പരം നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാൻ കഴിയാത്ത സംഭാവനകൾ അർപ്പിച്ചവരാണ്. ഇപ്പോൾ ഈ പാറപ്പുറം കുടുംബത്തെക്കുറിച്ച് MP മൊയ്തു ഹാജി 5 ലക്ഷം ഏക്കർ സ്ഥലമുള്ള വലിയ ബാവുട്ടിയാജിൻ്റെ കുടുംബമാണ് കണ്ണൂരിലെ. അവർ കൊടുത്ത 107 ഏക്കർ ഭൂമിയിലാണ് എന്ത് കിടക്കുന്നത്? പഴശ്ശിരാജ മട്ടന്നൂരിലെ പഴശ്ശിരാജ കോളേജ് കിടക്കുന്നത്. ആ കോളേജിൻ്റെ പ്രസിഡന്റ് തന്നെ അദ്ദേഹമായിരുന്നു. മന്നത്ത് പത്മനാഭൻ വന്നിട്ട് ഞങ്ങൾക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ ഭൂമി വേണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ച് കൊടുത്തു. അതേപോലെ മട്ടന്നൂർ ഹൈസ്കൂൾ അങ്ങനെ വന്നതാണ്. കൊടുങ്ങല്ലൂരിലെ NS കോളേജ്, നമ്മുടെ ഫസൽ ഗഫൂർ മണപ്പാട്ട് കുഞ്ഞമ്മദാജി കൊടുത്ത ഭൂമിയാണ്. SNDP-ൻ്റെ കൊല്ലത്ത് പല സ്ഥാപനങ്ങളും നമ്മളെ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ കൊടുത്ത സ്ഥാപനങ്ങളുണ്ട്. ഇനി മുസ്ലിങ്ങൾ അങ്ങോട്ട് കൊടുത്തത് മാത്രം പറഞ്ഞു എന്ന് പറയണ്ട, ഹിന്ദുക്കൾ കൊടുത്ത കുറേ പലതും ഉണ്ട്.